ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ചെടികളുടെ കട്ടിങ്സ് എനിക്ക് കിട്ടി. അത്രയും പ്രാധാന്യമുള്ള ചെടികളാണ്. ഞാൻ എൻ്റെ മക്കളെ ട്യൂഷനാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ട്യൂഷന് മക്കളെ ആക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ എപ്പോഴും കാണുന്നൊരു ചേച്ചിയുടെ വീട്ടിൽ കുറേ ചെടികൾ ഒരു ഹാർഡ് പ്രൂണിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ വീടിൻ്റെ അടുത്തുള്ളവർക്കും അല്ലാതെ എന്നെ കണ്ടപ്പോഴും ചോദിച്ചു വേണമെന്ന്. അങ്ങനെ അത് കാക്ടസ് അവർ മുറിച്ചില്ലായിരുന്നു, ഞാൻ അത് എനിക്ക് കയ്യിൽ തന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും വിലയുള്ള ചെടി എന്നാണ് അവർ പറയുന്നത് കേട്ടോ. എനിക്കതൊന്നും അറിയില്ല, പക്ഷേ കാക്ടസ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു കട്ടിങ്സ് തന്നപ്പോൾ ഞാൻ വാങ്ങി. പിന്നെ അൽമാണ്ട, നമ്മുടെ ക്രീപ്പിംഗ് അൽമാണ്ട ഉണ്ടല്ലോ, പക്ഷേ ഒത്തിരി പൂക്കൾ അതിൽ ഉണ്ടാവും കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ചെമ്പരത്തി, അടുക്ക് ചെമ്പരത്തിയുടെ 2 വെറൈറ്റി, ഓറഞ്ചും റെഡും, അത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കും. ഇത് നമ്മുടെ തേയിലയുടെ ചണ്ടി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് വന്ന ചണ്ടി, അത് നന്നായിട്ട് 4 ദിവസം ഉണക്കിയത്. പിന്നെ പഴത്തോല് ചെറുതായിട്ട് മുറിച്ചിട്ട് അതിനെയും ഒരു 4-5 ദിവസം ഉണക്കിയതിന് ശേഷം, പിന്നെ അതുപോലെ മുട്ടയുടെ തോലുണ്ടല്ലോ, ഇതൊക്കെ നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കും. വെയിൽ കൊള്ളിച്ചിട്ട് അതിനെയൊക്കെ ഞാൻ പോട്ടിംഗ് മിക്സിൽ ഉപയോഗിക്കും. അപ്പോൾ പൂച്ചെടികൾ വയ്ക്കുമ്പോൾ ഇതൊക്കെ ഇടുന്നത് അത്രയും നല്ലതാണ്. നല്ല രീതിയിൽ ബഡ്സൊക്കെ ഉണ്ടാവാൻ ഉപയോഗിക്കാം. ഇതുപോലെയുള്ള പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള ഒരു ഉപകാരം അതാണ്. പിന്നെ ഇതാണ് ചെടികൾ നടാൻ വേണ്ടി ഞാൻ വാങ്ങിയ പോട്ട്. വലുതിന് വന്ന് 40 രൂപ, ചെറുതിന് 20 രൂപയാണ്. അപ്പോൾ ഈ 5 പോട്ടുകളിലാണ് ചെടികൾ വയ്ക്കുന്നത്. ചെമ്പരത്തിക്ക് വേണ്ടിയാണ് ഈ 2 വലിയ പോട്ട് വാങ്ങിയത്. മറ്റത് വന്ന് മീഡിയം സൈസാണ്. അതിൽ ഞാൻ ചെറിയ കട്ടിങ്സ് വയ്ക്കാനാണ് വാങ്ങിയത്. കാക്ടസ് പോലെയുള്ള ചെടികൾ, അൽമണ്ട അതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു, മുട്ടയും ഈ തേയിലപ്പൊടി എല്ലാം ഉണക്കിയതൊക്കെ ഈ പോട്ടിംഗ് മിക്സിൽ കൂടെ ഞാൻ ഇപ്പോഴേ ഉപയോഗിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ചിലരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ ഡിസ്പോസിബിൾ കപ്പ് ഉണ്ടല്ലോ, അതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് പോട്ടിംഗ് മിക്സൊക്കെ ഉപയോഗിച്ച് എല്ലാം മണ്ണ് ഞാൻ നിറച്ച് അതിന് വേര് വരും. അതിന് വേറെ ഈ ചട്ടിയിലേക്ക് മാറ്റുമ്പോഴേക്കും അത് 3/4 ഭാഗം നശിച്ചു പോകാനാണ് സാധ്യത. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് പോട്ടിലേക്ക് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് തന്നെ വളർന്ന് നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. സ്ട്രെസ്സാകില്ല ചെടി. നമ്മളിപ്പോൾ അത് എടുക്കുമ്പോൾ വേര് വല്ലതും പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇട്ട വളവും അതിന് കൊടുത്ത വെള്ളവും എല്ലാം വേസ്റ്റാവും. അതുകൊണ്ട് ഞാൻ കുറേ കാലമായിട്ട് ഡയറക്റ്റ് പോട്ടിൽ തന്നെയാണ് കട്ടിങ് എല്ലാം വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മാക്സിമം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, അലർജി, ആസ്മ, ഹാർട്ട് പേഷ്യൻസൊക്കെ എല്ലാവരും കെമിക്കലിൽ നമ്മൾ ഗാർഡനിങ് ചെയ്യരുത്. അത് നമുക്ക് സൈഡ് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ മണ്ണിനും അത് ദോഷമാണ് കേട്ടോ. കൃഷിയായിരുന്നാലും ശരി, മാക്സിമം നിങ്ങൾ കെമിക്കൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രം. പിന്നെ ഇത് 4 മണിയുടെ ഒരു ചെടിയാണ്. അത് ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതിൽ ഒരു ചെടിയിൽ തന്നെ 4 കളറാവും. അതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൻറ്റി എനിക്ക് തന്നതാണ്. അതിൻ്റെ ഒരു 5-6 വിത്ത് എനിക്ക് തന്നു. അപ്പോൾ അത് മോളെടുത്ത് വെച്ച് കളിച്ചോടുന്നുണ്ടാണ്. അപ്പോൾ അതൊന്ന് മാത്രം കാണിച്ചത്. ഇത് ബ്ലീഡിങ് ലീഫാണ്. ഇതിൻ്റെ യെല്ലോയും ഗ്രീനും വന്നിട്ടുള്ള ഒരു വെറൈറ്റി. ഇതിൻ്റെ റെഡും പർപ്പിളല്ല, മജന്ത കളർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് അവരെനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൻറ്റി എനിക്ക് തന്നത്. അപ്പോൾ അതെല്ലാം എനിക്ക് വെക്കണം. അല്ലാതെ ഈ കാണുന്നത് ഒരു ഓറഞ്ച് കളറിലെ പൂക്കളാണ്, പക്ഷേ ഒരു ബൊക്കെ പോലെ ഉണ്ടാവും. പക്ഷെ ആ പൂവ് എന്താണ്, അതിൻ്റെ പേരെന്താണെന്നൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എന്തൊക്കെയോ പേരുകൾ കാണിക്കണം. എന്തായാലും അത് പൂവ് ഉണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം. അതെൻ്റെ വീട്ടിൽ പോയപ്പോൾ അതിൻ്റെ കമ്പ് ഞാൻ കൊണ്ടുവന്ന് പലതവണ വെച്ചിട്ട് എനിക്ക് വന്നിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് യാദൃശ്ചികമായിട്ട് അത് വീട്ടിൽ ഒരു സൈഡിൽ ഇങ്ങനെ മുളച്ച് അത് വള്ളി വീശി വരുന്നുണ്ട്. ഞാൻ പതുക്കെ വേര് പൊട്ടാതെ അതിനെ മണ്ണിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറിലെ പൂവാണ്. അത് എന്തുവാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് അതിൽ പൂവുണ്ടാകുമ്പോൾ കൂട്ടുകാരെ അറിയിക്കാം കേട്ടോ. അപ്പോൾ
നമ്മൾ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കണേ, മക്കളിങ്ങനെ ചെടി നട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള മാക്സിമം ഇതൊക്കെ ബ്ലീഡിങ് ലീഫൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഹൈബിസ്കസ് അതുപോലെ തന്നെ ജാസ്മിൻ അങ്ങനത്തെയുള്ള ചെടികളൊക്കെ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ഇലകൾ മാക്സിമം നമ്മൾ റിമൂവ് ചെയ്തിട്ടേ വെക്കാവൂ. അല്ലെങ്കിൽ ആ ചെടി അത്രയും എനർജി വെറുതെ വേസ്റ്റാവും. കട്ടിങ്സ് വെക്കുന്നതല്ലോ, വേരോട് വെക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് ആ ഇലകൾ മാക്സിമം നമ്മൾ മാറ്റിയിട്ടേ വെക്കാവൂ. അതുപോലെയാണ് അൽമേണ്ട. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് 2-3 താഴേക്കുള്ള ഇലകളൊക്കെ മാറ്റിയിട്ടാണ് അതിൽ കുത്തിയത് കേട്ടോ. അതിൻ്റെ 4 കട്ടിങ്സ് വെച്ചതിൽ എനിക്ക് 2 എണ്ണം കിട്ടി കേട്ടോ. നല്ലതുപോലെ എനിക്ക് വന്നു. എനിക്ക് സന്തോഷമായി. കാരണം അൽമാണ്ട പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയല്ല. പ്രത്യേകിച്ച് ക്രീപ്പിങ്ങിൻ്റെത് കുറച്ചും കൂടെ കട്ടിയുള്ള കമ്പാണെങ്കിൽ ഓക്കെ. പിന്നെ എനിക്ക് വായി തുറന്ന് ചോദിക്കുന്ന ഇഷ്ടമല്ല, അവർ തന്നതിന് ഞാൻ വാങ്ങി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മാക്സിമം നമ്മുടെ ചുറ്റുപാടും കാണുന്ന നല്ല നല്ല നാടൻ ചെടികളൊക്കെ ഗാർഡനിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അതിൽ പൂക്കളൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യും. എപ്പോഴും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ കാറ്റക്സ് പറയുന്നത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതാണെന്നാണ്. അപ്പോൾ ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ, ഈ വെറൈറ്റി. ഒരുപാട് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവർക്ക് ഒരുപാട് അങ്ങ് സ്പ്രെഡായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു പീസ് എനിക്ക് തന്നത്. അങ്ങനെ ഞാൻ ഇത് ചെമ്പരത്തിക്ക് വേണ്ടിയാണ്. നമ്മളെ ഗാർഡനിലെ മഞ്ഞളിപ്പൂ ഒന്ന് ചെറുതായിട്ട് വാടിയതായിട്ടുള്ള ഇലകളൊക്കെ ഞാൻ ഇതുപോലെ ഒരു പച്ച കളറിലൊരു ബക്കറ്റുണ്ട്, അതിൽ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ചെടികളൊക്കെ നടുമ്പോൾ ഇതിനെ അടിയിൽ ഞാനൊരു ലെയർ ഇട്ടതിന് ശേഷമാണ് മണ്ണിടുന്നത്. അതുകൊണ്ട് വേറൊരു ഉപകാരമുണ്ട്. ഇത് ലാസ്റ്റ് മണ്ണോടെ ചേർന്ന് നമ്മൾ ഏത് ചെടിയാണോ നടുന്നത് അതിനതൊരു വളമായിട്ട് മാറും. അതുമാത്രമല്ല മണ്ണിൻ്റെ നമുക്ക് കുറയ്ക്കാം. എനിക്ക് മണ്ണിൻ്റെ ലഭ്യത ഇപ്പോൾ കുറവാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു വീട് പണി നടക്കുന്നതുകൊണ്ട് അവർ അവിടെ മണ്ണൊക്കെ കുഴിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് മണ്ണിപ്പോൾ കിട്ടി. അതിനെ ഞാൻ മുതലാക്കി മാക്സിമം ചെടികളെ ഞാൻ വാങ്ങിയും അല്ലാതെ കട്ടിങ്സൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഞാനിപ്പോൾ കുറേ ചെടികളിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അല്ലാതെ കുറച്ച് മണ്ണ് ഞാനൊരു നമ്മുടെ സ്ഥലത്ത് ഒരു സൈഡിൽ ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അതെടുക്കാം. കിട്ടുന്ന സമയത്ത് മാറ്റി വെച്ചാൽ നമുക്കത് പിന്നീട് ഉപകാരപ്പെടും. മണ്ണിപ്പോൾ കിട്ടാൻ വലിയ പാടാണ്. മാക്സിമം എനിക്ക് മണ്ണ് കിട്ടുമ്പോൾ ഞാൻ മാറ്റി ഒരു സൈഡിലേക്ക് ഇടും. അപ്പോൾ അതവിടെ കിടന്ന് പുല്ല് മുളച്ചിരുന്നാലും പിന്നെ അതിനെ പിച്ചി മാറ്റിയിട്ട് ഞാനിതുപോലെ ചെടികളൊക്കെ കിട്ടുമ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓറഞ്ച് കളറിലെ പൂക്കൾ വരുന്നത്. ഞാൻ വെയിറ്റിംഗ് ആണ്. ഇത് വേരുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ വെച്ചത് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇലകളെല്ലാം ഇപ്പോൾ കൊഴിഞ്ഞിട്ട് പുതിയ ഇലകൾ മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പൂക്കളുണ്ടാവും തീർച്ചയായിട്ടും. ഞാൻ പറയാം, ആർക്കെങ്കിലും ഈ ചെടി എന്താണ്, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനായിട്ട് ഒരു വീഡിയോ ഞാൻ കട്ടിങ്സിൽ വെച്ച ചെടികളും അല്ലാതെ ഞാൻ ഈ റീസെൻ്റായിട്ട് റിപ്പോർട്ട് ചെയ്ത ചെടികളുടെയൊക്കെ ഒരു അപ്ഡേഷനായിട്ട് ഞാൻ വരാം. പിന്നെ ഗാർഡൻ ടൂറും ചെയ്യാം. ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതൊരു വീഡിയോ ചെയ്യാം. ഒരു പെൻഡിങ് ഉണ്ട്, അത് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.